ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ രാവിലെ പാല് കിട്ടി. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചായ ഇട്ട് കുടിക്കും. അങ്ങനെയാണ് ഒരു ദിവസം തുടങ്ങുന്നത്. അപ്പോൾ പെട്ടെന്ന് ചായയൊക്കെ ഇട്ട് കാപ്പിക്കുള്ളതും കൂടെ തയ്യാറാക്കണം. പയർ ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ പുട്ടും കൂടെ ഉണ്ടാക്കാമെന്ന് കരുതി. പുട്ടും പയറും അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ പെട്ടെന്ന് ഞാൻ മാവെടുത്ത് ഇതിലേക്ക് വയ്ക്കുകയായിരുന്നു. പയർ കുക്കറിൽ വെച്ചിട്ടുണ്ട്, പുട്ടും പയറും. അപ്പോൾ പയറും വെന്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പുട്ടും പയറും കഴിച്ച് പിന്നെ രാവിലെ ചന്തയിൽ പോയി മീൻ മേടിച്ച് ചാളയും നെത്തോലിയും മാങ്ങയും മുരിങ്ങക്കയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് നല്ല വരിച്ചാളയും നെത്തോലിയും കുഞ്ഞ് 2-3 അയലയുള്ള മീനാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ അത് പെട്ടെന്ന് വൃത്തിയാക്കിയിരുന്നു. നല്ല പച്ച മീനാണ് കിട്ടിയത്. അപ്പോൾ നെത്തോലി കുറച്ച് നേരം എടുത്ത് വൃത്തിയാക്കി എടുക്കാൻ. പിന്നെ നെത്തോലി മാങ്ങ ഇട്ട് വയ്ക്കാമെന്ന് കരുതി മാങ്ങയും മുരിങ്ങക്കായും കിഴക്കൻ മുളകൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നെത്തോലിയും വൃത്തിയാക്കി വെച്ച് ഞാൻ അവിയൽ വയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുള്ള അരപ്പും വെച്ച് മീൻ അരപ്പ് തയ്യാറാക്കി അതിലേക്ക് മുരിങ്ങക്കായൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തിളച്ച് വരാറായപ്പോൾ മീനും ഇട്ട് കൊടുത്തു. പിന്നെ അവിയൽ വെന്ത് വന്നപ്പോൾ അതിലേക്ക് അരപ്പിട്ട് കൊടുത്ത് അതും റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് മോര് തയ്യാറാക്കാമെന്ന് കരുതി അതിലേക്ക് തേങ്ങയും മഞ്ഞളും ജീരകവും പച്ചമുളകൊക്കെ ഇട്ട് അരച്ചെടുത്ത് ചെറിയ ഉള്ളിയും ഒക്കെ ഇട്ട് വാട്ടിയെടുത്തിട്ട് പച്ചമുളകും എടുത്തിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മോരും റെഡിയായി. പിന്നെ ബാക്കിയുള്ള മീനെടുത്ത് വറുക്കുകയും ചെയ്ത് എല്ലാം റെഡിയായി കഴിഞ്ഞ് കുറേ പാത്രങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പെട്ടെന്ന് കഴുകി എടുക്കുകയായിരുന്നു. എന്നിട്ട് അവിടേക്കൊന്ന് തുടച്ച് വൃത്തിയാക്കി. അല്ലെങ്കിൽ പിന്നെ വീണ്ടും അവിടെ ഒരുമാതിരി വൃത്തികേടായി കിടക്കും. പിന്നെ മീൻ വറുക്കുകയും അവിയലും മോര് കറിയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ ഊണ് വിശേഷങ്ങൾ. പിന്നെ വൈകിട്ടായപ്പോൾ നല്ല മഴ പെയ്ത് അന്തരീക്ഷമൊക്കെ നനഞ്ഞ് കിടക്കിയിരുന്നു. നല്ല നനവുണ്ടായിരുന്നു എല്ലാ ചെടിയൊക്കെ. പിന്നെ കുഞ്ഞിനെ ഉറക്കി ബാക്കി തുണികൾ ഒരുപാടുണ്ടായിരുന്നു കഴുകാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് നനച്ചിട്ട് ഇന്നത്തെ ദിവസം കടന്നുപോയി. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ.